ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷീനൂസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. ബട്ടർഫ്ലൈ തീമിൽ ഒരു വേവ് ഡിസൈനാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനും കൂടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കുറച്ച് ഹൈറ്റൊക്കെ ഉള്ള ഒരു കേക്കിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg വരുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 6 ഇഞ്ച് ടിന്നിലാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. 2 6 ഇഞ്ച് ടിന്നിലായിട്ട് ബാറ്റർ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോ കേക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്ത് ടോട്ടൽ 6 ലെയേഴ്സിലാണ് ലെയർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലെയറിങ്ങിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും സ്ട്രോബെറി ക്രഷും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കേക്ക് ഒരു മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കേക്ക് ഫൈനൽ കോട്ടിംഗ് കൊടുക്കാനായിട്ട് ഞാനിവിടെ മാജിക് കളേഴ്സിൻ്റെ വയലറ്റ് കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ക്രീമിൽ ഒരു 5-6 ഡ്രോപ്സ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ലൈറ്റ് ക്യാമറയുടെ ലൈറ്റ് കാണുമ്പോൾ അത്രത്തോളം കളറില്ല, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഡാർക്കായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ടാണ് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം മേളിലാണ് ക്രീം കൊളുത്തിട്ട് നല്ലതുപോലെ മേൽഭാഗം മാത്രം ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം മേൽഭാഗം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ്സിലെല്ലാം ക്രീം കൊടുത്ത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്ക് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ ഏത് രീതിയിലാണോ നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്യുന്നത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയാകും. ചിലർക്കൊക്കെ പൈപ്പിംഗ് ബാഗിൽ ക്രീം ഫില്ല് ചെയ്തിട്ട് കേക്ക് ഫിനിഷ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യാറുള്ളത്. ചില കേക്ക്സ് മാത്രമേ ഞാൻ പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടും ഫിനിഷ് ചെയ്ത് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ വളരെ സിമ്പിളാണെങ്കിലും കാണാനായിട്ട് നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് ഏതൊരു ഒക്കേഷനും ഈ ഒരു ഡിസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ബ്രൈഡ് ടു ബി ഫങ്ഷൻ ആയാലും അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ആയാലും അങ്ങനെ ഏതൊരു ഒക്കേഷനും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇഷ്ടമുള്ള കളർ പാറ്റേൺ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് കൂടുതലും ഈ ഒരു ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ കേക്ക് ഓൾമോസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ക്രീം. ഇനി മേളിലേക്കുള്ള എക്സസ് ആയിട്ടുള്ള ക്രീം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ഹൈറ്റുള്ള കേക്കിൽ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴാണ് കാണാനായിട്ട് ഭംഗിയുള്ളത്. ഒത്തിരി വേവ്സ് നമുക്ക് കിട്ടും. അതുപോലെ ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ വെക്കുമ്പോഴത്തേനാണ് കേക്ക് കുറച്ചും കൂടെ ലുക്കാവുന്നത്. ഇനി ഞാനൊരു ഹൈറ്റുള്ള സ്ക്രേപ്പർ യൂസ് ചെയ്തിട്ട് കേക്ക് ഫുള്ളായിട്ട് ഒന്ന് സൈഡ്സ് ലെവൽ ചെയ്തെടുക്കുകയാണ്. മേളത്തെ ഒരു ക്രീം ഞാൻ ഷാർപ്പ് എഡ്ജ് ചെയ്യുന്നില്ല, അതങ്ങനെ തന്നെ റിമെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി മുകളിലത്തെ പോർഷനിൽ സ്പാച്ചുല യൂസ് ചെയ്തിട്ട് ഒരു സ്പാച്ചുല ഡിസൈൻ കൊടുക്കുകയാണ്. ഇനി ഞാൻ കേക്കിൻ്റെ ബേസൊക്കെ നല്ലതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനിയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ആ ഒരു വേവ് ഡിസൈന് ഇതിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു സ്ക്രാപ്പർ വേണം. എങ്ങനത്തെ സ്ക്രാപ്പർ ആയാലും പ്രശ്നമില്ല, പ്ലാസ്റ്റിക്കിൻ്റെ ആവാം, സ്റ്റീലിൻ്റെ ആവാം, ഏതാണോ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് പിടിക്കാൻ പറ്റുന്നത് അത് മതിയാവും. അപ്പോൾ നമ്മളെപ്പോഴും ഇതുപോലെ പിടിച്ച് ചെയ്യുമ്പോഴത്തേന് കേക്ക് ഫിനിഷ് ആവും. അതായത് ടോട്ടലായിട്ടുള്ള ആ ഒരു പാർട്ട് കേക്കിൽ ടച്ച് ചെയ്യുമ്പോൾ കേക്ക് ഫിനിഷ് ആയിട്ടാണ് വരുന്നത്. പക്ഷേ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോഴത്തേന് നമ്മൾ ആ ഒരു എടുക്കുന്ന സ്പാച്ചുലയുടെ ടിപ്പ് മാത്രം കേക്കിൽ ടച്ച് ആയാൽ മതിയാവും. അതിനുശേഷം ഇതിങ്ങനെ ഒന്ന് ടേൺ ടേബിൾ റൊട്ടേറ്റ് ചെയ്യുക. അതിനനുസരിച്ച് തന്നെ കൈ ഒന്ന് ഇങ്ങനെ വേവ് മോഷനിലൊന്ന് ചലിപ്പിച്ച് കൊടുക്കണം. അപ്പോഴത്തേനാണ് നമ്മൾ ഒരുപാട് ഇങ്ങനെ വേവ്സ് പോലെ ചെയ്യുമ്പോഴത്തേനാണ് ആ ഒരു വേവ് ഡിസൈൻ വരുന്നത്. പിന്നെ ഒരു കാര്യം, ഓവറായിട്ട് പ്രഷർ കൊടുക്കരുത്, ക്രീം ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈറ്റായിട്ടൊന്ന് പിടിച്ചിട്ട് ടേൺ ടേബിൾ ചുറ്റിക്കുക, അതിനനുസരിച്ച് കൈ ഒന്ന് ചലിപ്പിച്ച് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ വേഫർ ബട്ടർഫ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ബട്ടർഫ്ലൈസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം.
അപ്പം ഞാനിവിടെ കുറച്ച് ഡാർക്ക് ഷെയ്ഡിലുള്ള വയലറ്റ് കളറിലെ ബട്ടർഫ്ലൈസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ കേക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ചുകൂടെ ഡാർക്ക് ഷെയ്ഡിലുള്ള ബട്ടർഫ്ലൈസോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് കളറിലുള്ള ബട്ടർഫ്ലൈസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബട്ടർഫ്ലൈസ് വെക്കുമ്പോൾ ചിലർ പറയാറുണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ തണുപ്പടിച്ച് കഴിയുമ്പോൾ ബട്ടർഫ്ലൈസ് എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഒട്ടിപ്പിടിക്കുന്ന അല്ലെങ്കിൽ അത് നനഞ്ഞതുപോലെ ഇങ്ങനെ ഇരിപ്പുണ്ട്, അതെന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് കേക്കിലോട്ട് ഇങ്ങനെ വെക്കാതെ ആ ഒരു ബട്ടർഫ്ലൈയുടെ ബാക്ക് പോർഷനിൽ കുറച്ചൊരു ഫോണ്ടൻറ്റ് ഒന്ന് റോൾ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് ആ ഒരു ഫോണ്ടൻറ്റ് ക്രീമിൽ ടച്ച് ആകുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ മെൽറ്റ് ചെയ്തിട്ട് ഒരു ബട്ടർ പേപ്പറിലേക്ക് ഒരു ഡ്രോപ്പ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ബട്ടർഫ്ലൈസ് വെച്ച് കൊടുക്കുക. അതൊന്ന് സ്റ്റിക്കായി കഴിയുമ്പോഴത്തേന് അതൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേന് അത് ടോട്ടലായിട്ട് ഇളക്കിയിട്ട് കേക്കിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ കേക്ക് ഫുള്ളായിട്ട് ബട്ടർഫ്ലൈസ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് പിങ്ക് ഷെയ്ഡിലുള്ള ഷുഗർ ബോൾസാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ ഷുഗർ ബോൾസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കേക്കിനേക്കാളും കുറച്ച് കോൺട്രാസ്റ്റിംഗ് കളേഴ്സിലുള്ള ഷുഗർ ബോൾസ് യൂസ് ചെയ്യുമ്പോഴത്തേനും ഒന്നും കൂടി ഭംഗിയാവും. അപ്പം മേൽഭാഗത്തും സൈഡ്സിലും ഒക്കെ ഞാൻ ഷുഗർ ബോൾസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അതുപോലെ നിങ്ങൾക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഇനി കുറച്ച് വൈറ്റ് ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും മേളിലും സൈഡ് പോർഷൻസിലും ഒക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എന്തേ കേക്ക് ഇതേ ഓൾമോസ്റ്റ് ഞാനിവിടെ ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കോയിൻ ടോപ്പറാണ് വെച്ച് കൊടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു കോയിൻ ടോപ്പർ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ പറ്റിയുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ ചോദിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും പേജായിട്ടുള്ള ഷീനൂസ് കിച്ചൻ കൂടി നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ഷീനൂസ് കിച്ചൻ.